ഹായ് മക്കളെ, പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടികൾ ഇപ്പം നേരിടുന്ന രണ്ട് പ്രധാന പ്രശ്നങ്ങളുടെ സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, സാറെ പഠിച്ചിട്ടൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് ചോദ്യങ്ങളൊന്നും ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് കുട്ടികൾ നേരിടുന്ന പ്രശ്നമാണ്. അതായത് ഞാൻ ആദ്യം വിചാരിച്ച കുറേ കുട്ടികളൊക്കെ പഠിക്കാത്തതുകൊണ്ടാണ്, പക്ഷെ പഠിക്കാത്തതുകൊണ്ടല്ല ശരിക്ക്. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ വർഷം മുതൽ തന്നെ അത് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ പ്ലസ് 1 മുതൽ തന്നെ അത്യാവശ്യം പരീക്ഷ ടഫാക്കിയിട്ടുണ്ടായിരുന്നു. പ്ലസ് 2 ക്രിസ്മസ് എക്സാം ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല ലെവൽ ക്വസ്റ്റ്യൻസ് അതിൽ വന്നിട്ടുണ്ട്. മാത്സിലും കെമിസ്ട്രിയിലൊക്കെ ഫുൾ മാർക്ക് ക്രിസ്മസ് എക്സാമിന് കിട്ടിയ കുട്ടികൾ തന്നെ വളരെ കുറവായിരിക്കും കേരളത്തിൽ. ആൻഡ് നിങ്ങളിപ്പോൾ സീരിയസ്ലി പഠിച്ചു തുടങ്ങുമ്പോഴും ആ ഒരു ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ഒരു പക്ഷേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. വളരെ സത്യമാണ്. ചിലപ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സും അത് കൃത്യമായിട്ടൊന്നും പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. കാരണം പെട്ടെന്നാണല്ലോ ഈ ഒരു മാറ്റം വന്നത് അല്ലേ. ആൻഡ് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾ ഒറ്റക്കല്ല. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യടാ എത്ര ആൾ ഈ പ്രശ്നം ഉണ്ടെന്നുള്ള. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് ആൾക്കാർക്ക് ഈ പ്രശ്നമുണ്ട്. എടാ എപ്പോഴാണ് പ്ലസ് 2 പരീക്ഷയ്ക്ക് ഇത്ര എളുപ്പമായത്? അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് എല്ലാ ചോദ്യവും ആൻസർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നത്. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത്, അത് ഒരുപാട് മുന്നേ ഒന്നല്ല, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന സമയമല്ല, 2020 കോവിഡിന് മുന്നേ വരെ പ്ലസ് 2 ഫുൾ മാർക്ക് നേടുക, 99% നേടുക എന്നൊക്കെ പറയുന്നത് ഒരു സ്കൂള് 1-2 കുട്ടികൾക്ക് മാത്രം കിട്ടുന്ന ഒരു സംഭവമായിരുന്നു. ഇപ്പോൾ ഒരാൾ നമ്മളോട് പറയണത് ജെയ്ക്ക് എനിക്ക് ആകെ 180 out of 300, അവന് മിക്കവാറും 99% കിട്ടുമായിരിക്കും എന്നൊരാൾ സങ്കടപ്പെടുകയാണെങ്കിൽ അതിൽ വല്ല അർത്ഥമുണ്ടോ? അല്ലേ? പരീക്ഷ ടഫാകുമ്പം നമുക്ക് ചെയ്യാൻ പറ്റാത്ത ചില ചോദ്യങ്ങൾ ഉണ്ടാവും. ആ ചോദ്യങ്ങൾ നമുക്ക് മാത്രമല്ല, കേരളത്തിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. അപ്പം അതിന് ആ രീതിയിൽ തന്നെ കാണാം. ആകെ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവുന്ന കേസ് എന്താ വെച്ചാൽ, നാട്ടിലെ അമ്മാവന്മാരും അമ്മായിമാരും ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഫുൾ A+ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലായിരിക്കും. പക്ഷെ എന്നാലും എന്തായിരിക്കും, നമ്മളുടെ ഭാവി തീരുമാനിക്കുന്ന പല അഡ്മിഷൻ പ്രോസസ്സിലും അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കേസായിരിക്കില്ല പരീക്ഷ നല്ല രീതിയിൽ ടഫാവാണെങ്കിൽ. ഒന്നാമത്തെ കാര്യം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, ഈ പഠനത്തിൻ്റെ കേസിൽ ഞാൻ പലപ്പോഴും നിങ്ങൾക്ക് ആ ഗ്രാഫൊക്കെ ഞാനിങ്ങനെ വരച്ചു തരുന്നല്ലേ. നമ്മളൊക്കെ വിചാരിക്കുക എങ്ങനെയാണ് പഠനം എന്ന് പറയുന്ന ഓരോ ദിവസം കഴിയുമ്പോഴും ഇമ്പ്രൂവ് ചെയ്ത് പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്നാണ്. പക്ഷെ അതൊരിക്കലും സ്ട്രെയിറ്റ് ലൈൻ അല്ല. പകരം അതെന്താണ്, അതൊരു എക്സ്പോണൻഷ്യൽ ലൈൻ. ഇങ്ങനെയാണത് പോവുക. ആദ്യത്തെ കുറേ ദിവസം എന്തായിരിക്കും, വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടല്ലോ. നമ്മൾ എത്ര പഠിച്ചാലും ചില ക്വസ്റ്റ്യൻസൊക്കെ ഇൻ്റഗ്രേഷനിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു പോയിന്റ് എത്തുമ്പോൾ ആ ഒരു ബ്രേക്ക് ഈവൻ പോയിന്റിൽ എന്ത് സംഭവിക്കും, അത് പിന്നെ എക്സ്പൊണൻഷ്യലി പോകും. നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ടല്ലേ പഠിച്ചു തുടങ്ങിയിട്ടുള്ളൂ. നമുക്ക് മാർച്ച് അവസാനം വരെ പരീക്ഷയില്ലേ, ആ സമയം വരെ നിങ്ങൾ പഠിച്ചാൽ എന്തായിരിക്കും, പ്ലസ് 2 സംബന്ധിച്ച് നിങ്ങളുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് ആ സമയത്ത് തന്നെ എത്തും. അതുവരെയുള്ള ഈ ഒരു സമയത്തിന് അന്നത്തെ ഈ ഗ്രാഫ് ഉണ്ടാക്കിയ ആളൊക്കെ പറയാറുള്ളത് വാലി ഓഫ് ഡിസപ്പോയിൻമെൻ്റ് എന്നാണ്. വാലി ഓഫ് ഡിസപ്പോയിൻമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താടാ, മലയാളത്തിൽ നിരാശയുടെ താഴ്വര. ചിലപ്പോൾ നിങ്ങളൊക്കെ ആ ഒരു സ്റ്റേജിലുണ്ടാവും അല്ലേ, എന്ത് പഠിച്ചിട്ടും കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല എന്നുള്ളത്. അത് വിട്ടേക്കടാ. നമ്മളെ സൈഡിൽ നിന്ന് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് കാര്യം. പരീക്ഷ ഏതിലും ഇപ്പോൾ JEE അഡ്വാൻസ് ക്വസ്റ്റ്യൻ അങ്ങ് ചോദിച്ചു അവർ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് മാത്രമല്ല, കേരളത്തിലല്ല ആർക്കും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് ഫസ്റ്റ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ്, പഠിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളതിൽ എൻ്റെ 2 സൊല്യൂഷൻ എന്ന് പറയുന്നത്, പരീക്ഷ ഇപ്പം ടഫാക്കുമ്പോൾ കഴിഞ്ഞ വർഷം വരെ കുറേ ഫുൾ മാർക്കും ഫുൾ A+ ഒക്കെ കിട്ടിയ കുട്ടികളുള്ളതുകൊണ്ട് നമുക്ക് വെറുതെ തോന്നുന്നതാണ്. പരീക്ഷ ടഫാണെങ്കിൽ എല്ലാവർക്കും ഓക്കെ ആയിരിക്കും. നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ടഫായിട്ടുള്ള പല ചോദ്യങ്ങളും പിന്നെ മെല്ലെ മെല്ലെ കത്തുകയും ചെയ്യും കേട്ടോ. അതെൻ്റെ ലൈഫിലൊക്കെ വലിയ ഉദാഹരണമാണ്. ആദ്യത്തെ കുറേ കാലം ഒന്നും ശരിയാകുന്നുണ്ടായിരുന്നില്ല, പക്ഷെ മെല്ലെ മെല്ലെ ശരിയായി. പിന്നെ ഏത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന ലെവലുണ്ടാവും. സോ നിങ്ങളിപ്പോൾ പഠിച്ചു തുടങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര സംഭവമാണ്. ഇതേ ഫ്ലോയിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. പ്ലസ് 2 റിസൾട്ട് വരുമ്പോൾ കേരളത്തിലൊരു ടോപ്പർ നിങ്ങളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ ടോപ്പേഴ്സ് നിങ്ങളായിരിക്കും. സോ ഒന്നാമത്തെ പ്രശ്നത്തിൻ്റെ പരിഹാരം കഴിഞ്ഞു. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഒരുപാട് കുട്ടികൾ ഇപ്പോഴും സീരിയസ് അല്ല എന്നുള്ളതാണ്. സാറേ ഞാൻ എന്ത് ചെയ്യാം, മോഡൽ എക്സാമും കഴിഞ്ഞിട്ട് പഠിച്ചു തുടങ്ങാമെന്നൊക്കെ കരുതുന്ന ആൾക്കാരുണ്ട്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വളരെ ലോജിക്കലി എടുത്തൊരു ഡിസിഷനൊന്നും അല്ല എന്നുള്ളത് നിങ്ങൾക്കും അതറിയാം. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, പഠിക്കാൻ തോന്നുന്നില്ല. കാരണം അത്രമാത്രം ഡിസ്ട്രാക്ഷൻ്റെ ചുറ്റുമാണ് നിങ്ങളുള്ളത്. ഓരോ ദിവസം പഠിക്കണമെന്ന് വിചാരിക്കും, നടക്കൂല. ഇനിയിപ്പോൾ മോഡൽ എക്സാം എടുത്തപ്പോൾ പിന്നെ വിചാരിക്കാൻ ഇനി അത് കഴിഞ്ഞിട്ട് തുടങ്ങാം. അത് കഴിഞ്ഞാൽ നിങ്ങൾ തുടങ്ങാനുള്ള സാധ്യത കുറവായിരിക്കും. ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനത്തെ കുട്ടികളോട് പറയാനുള്ളത്, ആ ഡിസ്ട്രാക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ മാറ്റി വെക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പഠിക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ്, അതെങ്ങനെ മാറ്റി വെക്കാൻ നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ ഒരുപാട് വീഡിയോസ് ഇതിൽ ചെയ്താണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്ക് അടുത്ത ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാം. രണ്ടാമത്തെ കേസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ പ്ലസ് 2 മാർക്ക് നിങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് എനിക്ക് ചുറ്റും ഒരുപാട് കുട്ടികളെ എനിക്കറിയാം,
+2 കഴിഞ്ഞിട്ട് ഏത് കോഴ്സിന് പോകണമെന്നൊന്നും അറിയാതെ നമുക്കിഷ്ടപ്പെട്ട പല കോഴ്സിനും +2 മാർക്കില്ലാണ്ട് അഡ്മിഷൻ കിട്ടാതെ ഏതെങ്കിലുമൊക്കെ കോഴ്സ് എടുക്കാൻ പോകുന്നത്. 3 വർഷം 4 വർഷം അവരതിനെക്കുറിച്ച് ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യുക. ഇപ്പോഴും നിങ്ങൾ നോക്കിയാൽ മതി, ഇപ്പോൾ കീമിൻ്റെ CUET-യുടെ ഒക്കെ ഏത് വെബിനാറിൽ കയറി കഴിഞ്ഞാലും ഒരു 10 20 കഴിഞ്ഞ വർഷം +2 എഴുതി ഏതെങ്കിലും കോളേജ് പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അവരൊക്കെ ആ കോളേജിൽ നിന്ന് എങ്ങനെയെങ്കിലും ചാടണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുപോലെ നിങ്ങളാവാതിരിക്കാൻ നിങ്ങൾ +2-ൽ നിങ്ങൾക്ക് പറ്റുന്ന മാക്സിമം മാർക്ക് നിങ്ങൾ സ്കോർ. ഞാൻ നിങ്ങളോട് എന്താ പറയുക, ഫുൾ 680 സ്കോർ ചെയ്യണമെന്നൊന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ മാറ്റിവെച്ച് നാളെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് അർഹതപ്പെട്ട, നിങ്ങൾക്ക് കിട്ടേണ്ട മാർക്ക് പോലും നിങ്ങൾ സ്കോർ ചെയ്യാതിരുന്നാൽ ഒരുപാട് കാലമൊന്നും റിഗ്രറ്റ് ചെയ്യാൻ ഉണ്ടാവില്ല, റിഗ്രറ്റ് ചെയ്യാൻ എത്തൂല കേട്ടോ. അതായത് ആ സെൻറ്റൻസ് എന്തായാലും ഒരുപാട് കാലം കഴിഞ്ഞിട്ടൊന്നല്ല നിങ്ങൾ റിഗ്രറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ റിഗ്രറ്റ് ചെയ്യാൻ പോകുന്നത് അടുത്തൊരു 4 മാസത്തിനുള്ളിലായിരിക്കും. സോ ലേറ്റ് ആക്കാതിരിക്കുക. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പോൾ കീം ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ അവസാനം കേരളത്തിലെ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജിലായിരിക്കും. നിങ്ങൾക്ക് നേരെ 50% വെയിറ്റേജ് ആണ് +2 മാർക്കിന്. +2 മാർക്ക് മാത്രം. അതിൽ തന്നെ ആ 300 മാർക്കിൽ 150 മാർക്കും മാത്സിൽ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും ഒരു 20 മാർക്ക് കൂടിക്കഴിഞ്ഞാൽ കീമിൽ കഷ്ടപ്പെട്ട് 5-8 ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് തുല്യ. ഓക്കെ, കീമിൻ്റെ കേസ് അങ്ങനെ. ഇനിയിപ്പോൾ നഴ്സിംഗ് അഡ്മിഷൻ ഈ വർഷവും +2 മാർക്ക് മാത്രം ബേസ് ചെയ്തിട്ടാണ്. +1 അല്ല, +2 മാർക്ക് മാത്രം. നഴ്സിംഗും ബാക്കിയുള്ള എല്ലാ പാരാമെഡിക്കൽ കോഴ്സും നിങ്ങൾക്ക് നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടൂലേ? ഇനിയിപ്പോൾ ഇതൊന്നുമല്ല, നമ്മൾ ഏറ്റവും അവസാനം എത്തിപ്പെടുന്നത് എന്തായിരിക്കും? നമ്മൾ ഏതെങ്കിലും കോളേജിൽ ഡിഗ്രിക്കായിരിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ അഡ്മിഷൻ കിട്ടും. ഇഷ്ടപ്പെട്ട കോളേജിൽ ഇഷ്ടപ്പെട്ട കോഴ്സ് അഡ്മിഷൻ കിട്ടാൻ +1 മാർക്ക് എത്ര കുറവാണെങ്കിലും +2-ൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ സാധ്യത കൂടുതലല്ലേ? അല്ലേ? ഒന്നുമല്ലെങ്കിൽ എന്താ, പാരൻസിൻ്റെ അടുത്ത് നിന്ന് ഫീസ് വാങ്ങാതെ പഠിക്കാനെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റും. ഇപ്പം മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ. ഇത്രയും പറഞ്ഞിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ തോന്നില്ലെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും നിങ്ങളോട് പറയാനില്ല എന്നുള്ളതാണ്. പഠിക്കാൻ തോന്നുന്ന മക്കളുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ നോട്ട് ചെയ്യുക. നമ്മൾ ഇന്ന് മുതൽ എന്ത് ചെയ്തിട്ടുണ്ട്? രാവിലെ ലൈവുകൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതായത് പരീക്ഷ ടഫാണെന്ന് മനസ്സിലാക്കി എല്ലാ ലെവൽ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഓരോ ദിവസവും ഓരോ പാർട്ട്, ഫിസിക്സ് ഒരു പാർട്ട്, കെമിസ്ട്രി അടുത്തൊരു പാർട്ട്, അങ്ങനെ 2 പാർട്ടാക്കിയിട്ട് ഓരോ സബ്ജക്റ്റും തീർക്കാണ്. വലിയ ഡീറ്റെയിൽ ആയിട്ടാണ് ക്ലാസ് കാണുന്നത്. ക്ലാസ്സിൻ്റെ ലൈവ് നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഇരുന്ന് കാണാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ ഉറപ്പായിട്ടും കാണാം. ലൈവ് കഴിഞ്ഞിട്ട് റെക്കോർഡഡ് ആയിട്ടും കാണാം. അത് നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള ദിവസം കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ, ഷെഡ്യൂളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മതി കേട്ടോ. സുഹേൽ സർ സ്റ്റഡി പ്ലാനിലൊക്കെ അത് ഓൾറെഡി പറഞ്ഞതാണ്. എന്നാലും എന്ത് ചെയ്യുക, ഷെഡ്യൂളൊക്കെ അറിയണമെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് കമൻറ്റിൽ ഉണ്ടാവും. അത് ഇനി അങ്ങോട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ മിസ്സായിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും. അത് റെക്കോർഡഡ് ആയി കാണാം. ബാക്കി ദിവസം കൃത്യമായിട്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കടാ. നിങ്ങൾക്കറിയാതെ ഈ 2 പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ കിട്ടും. പല ചോദ്യങ്ങളും ചെയ്യാൻ പറ്റാതെ നമുക്ക് ചെയ്യാൻ പറ്റി തുടങ്ങും. ലൈവുകൾ ക്ലാസ് പഠിക്കുന്നത് മാറ്റിവെച്ചത് പിന്നെ പഠിക്കാന്നുള്ളത് നമ്മൾ ഇന്നു മുതൽ പഠിച്ചു തുടങ്ങും. സോ മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. വേറെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരും.